മൈ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു ഡെയിലി വ്ളോഗാണ്. ഡെയിലി വ്ളോഗ് എന്ന് പറയുമ്പോൾ രാവിലെ തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും കാണിക്കണം എന്നൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷെ എല്ലാം ഒന്നും കാണുന്നില്ല. ഞാനിപ്പോൾ എണീറ്റു. കണ്ണനെ സ്കൂളിൽ വിടുന്ന ദിവസമാണ്, ഇന്ന് ട്യൂസ്ഡേ ആണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഒന്നും നടന്നില്ല, എല്ലാം പാളിപ്പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയുള്ള കാര്യങ്ങൾ ഒന്ന് പിക്ചറൈസ് ചെയ്യാമെന്ന് നോക്കട്ടെ. പ്രാക്ടിക്കലി എത്രത്തോളം പറ്റുന്നുള്ളൂ അതെല്ലാം നിങ്ങൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ രാവിലെ എണീറ്റിട്ട് ഞാൻ കുറച്ച് നേരം ഇവിടെ വന്നിരിക്കും. ഇത് നിങ്ങളുടെ സിറ്റ് ഔട്ടാണ്. അപ്പോൾ ഇവിടെ വന്നിരുന്ന ഇങ്ങനെ കിളികളുടെയൊക്കെ സൗണ്ട് കേൾക്കാൻ പറ്റും, നല്ല രസമാട്ടോ. അതൊക്കെ കേട്ട് കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ നടക്കും. എങ്കിലേ ആ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു എനർജി നമുക്ക് കിട്ടത്തുള്ളൂ അല്ലേ. നമ്മൾ എണീറ്റ ഉടനെ പെട്ടെന്ന് ഹറി ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മൂഡ് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാനിനി കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ നടക്കും. അത് കഴിഞ്ഞിട്ട് ഫുഡിൻ്റെ കാര്യമൊക്കെ അമ്മയാണ് ചെയ്യുന്നത്. അമ്മ ലഞ്ചൊക്കെ അമ്മ ഉണ്ടാക്കും. സ്നാക്സിൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കാറുള്ളൂ. ഇവ നേരത്തെ എണീക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിനും ടൈം കിട്ടത്തില്ല. അവൻ്റെ മൂഡ് അനുസരിച്ചിരിക്കും. ചില ദിവസങ്ങളിൽ ഭയങ്കര ഫസി ആയിരിക്കും, അന്നത്തെ ദിവസം പോക്കാം. ചില ദിവസങ്ങളിൽ ബസ് മിസ്സാവും, പിന്നെ ഞങ്ങൾ കൊണ്ടാക്കണം. ചില ദിവസം കരഞ്ഞുകൊണ്ടായിരിക്കും എണീക്കുന്നത്, എനിക്ക് പോകണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ അവൻ്റെ മൂഡനുസരിച്ചാണ് ബാക്കി കാര്യങ്ങളെല്ലാം. എങ്ങനെയാണ് അവൻ എണീക്കുന്നത്. എനിക്ക് വീഡിയോ ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഹാപ്പി ആയിട്ട് എണീക്കുമായിരിക്കും. വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടം. വീട്ടിലെ ഏറ്റവും ഫേവറേറ്റ് സ്പോട്ടാണ് എൻ്റെത്. ഇവിടെ ഇരിക്കുമ്പോൾ എന്തോ ഒരു സമാധാനം പോലെയാണ്. നല്ല രസമാണ് ഈ ദൂരതയിലേക്ക് നോക്കി ഇങ്ങനെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കാൻ. എൻ്റെ ഫേവറേറ്റ് സ്പോട്ടാണ് കേട്ടോ ഇത്. കണ്ണൻ്റെ മിൽക്കാണ് ഇവിടെ ഇരിക്കുന്നത്. മിൽക്കുമായിട്ട് പോയിട്ട് വേണം ഞാൻ അവരെ വിളിക്കാനായിട്ട്. ഗുഡ് മോർണിംഗ്. പാല് കുടിക്കാം. ലിറ്റിൽ ജോയ് ഇട്ട പാല് കുടിക്കാം. ലിറ്റിൽ ജോയ് പാല് സാധാരണ അവന് പ്ലെയിൻ മിൽക്കാ കൊടുത്തോണ്ടിരുന്നത്. അപ്പോൾ ഒരു ദിവസം ഒരു ആഡ് കണ്ടിട്ട് നമ്മൾ ലിറ്റിൽ ജോയ് എന്ന് പറഞ്ഞൊരു ന്യൂട്രി ഫുഡ് മിക്സ് അങ്ങനെ ഒരു ഐറ്റം വാങ്ങിയായിരുന്നു. അത് വാങ്ങിച്ചതിന് ശേഷം പുള്ളിക്കാരൻ അതില്ലാണ്ട് പാല് കുടിക്കുന്നില്ല. ഇടാണ്ട് കൊടുത്തു കഴിഞ്ഞാൽ കിച്ചണിൽ പോയി അമ്മയെ കൊണ്ട് അത് എഴുതിക്കും. ഇഷ്ടാണോ ലിറ്റിൽ ജോയ്? ഓക്കേ. സ്കൂളിൽ പോകണ്ട, അമ്മ കെട്ടിപ്പിടിച്ചിരുന്നാ മതി. കണ്ണനെ വീഡിയോയിൽ എന്ത് പറയും? ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എന്ന് പറയാം. ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്ന വീഡിയോ ആണ്. ഞാൻ ഈ സ്കൂളിൽ പോകുന്ന വീഡിയോ ആണ്. അത് സ്കൂളിലെ വൈറ്റ് യൂണിഫോമാണ്. ഇപ്പം ഡെയിലി വൈകുന്നേരം വരുന്ന കോലം കണ്ട അവൻ തൊഴിലുറപ്പിലാണോ പോകുന്നതെന്ന് എനിക്ക് ഡൗട്ടാണ്. അത്രയും ചെളിയായിട്ടാണ് വൈകുന്നേരം വരുന്നത്. അപ്പം ഇത് കഴുകി ക്ലീൻ ചെയ്യുക എന്നുള്ളത് ഒരു വലിയ ജോലിയാണ്. യമ്മിയാണ്. ഇഷ്ടമാണ്.
ശരി 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 ശരി. ടാറ്റാ. ഇവനാ ഞങ്ങളുടെ ജെറി. ഇപ്പം വീട്ടിലേക്ക് വന്നിട്ട് 7 വർഷമായി. ഇപ്പം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഒരു 1-2 മാസം കഴിഞ്ഞ സമയത്ത് നമ്മളൊരു ബാംഗ്ലൂർ ട്രിപ്പ് പോകാനായിട്ട് പ്ലാൻ ചെയ്തായിരുന്നു. അങ്ങനെ പ്ലാനൊക്കെ ചെയ്ത് ഓഫീസിൽ നിന്ന് തിരിച്ച് വരുന്ന വഴിയാണ് ലസാപ്സോ ബ്രീഡിലുള്ളൊരു പപ്പി വിൽക്കാനുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞതും ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി നോക്കി. ഇവനെ കണ്ടപാടെ ആ ബാങ്കുട്ടിയത്തിൻ്റെ പൈസ കൊടുത്ത് ഇവനെയും കൊണ്ട് വീട്ടിൽ പോകും. അന്ന് തൊട്ട് ഇവൻ ഞങ്ങളുടെ കൂടെ ഉണ്ട്. പക്ഷെ കണ്ണൻ വന്നതിന് ശേഷം കണ്ണന് ഈ അലർജി പ്രശ്നം ഉള്ളതുകൊണ്ട് ഇതിനെ അങ്ങോട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇപ്പോൾ ഇടയ്ക്ക് ജലദോഷക്കൂടെ പിടിച്ചപ്പോഴത്തേക്കും ഞങ്ങൾക്ക് അവനെ നല്ലോണം നോക്കാൻ പറ്റാതെ ഹെയറൊന്നും കോമ്പ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ അത് ചത പിടിക്കും. അങ്ങനെ വീട്ടിനടുത്തുള്ള ഡോക്ടർ ടേൽസ് എന്ന് പറഞ്ഞൊരു ക്ലിനിക്കിൽ കൊണ്ടുവന്ന് നമ്മൾ അവനെ ട്രിം ചെയ്ത് സുന്ദര കുട്ടപ്പനാക്കി വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ വീട്ടിൽ വന്ന് കുളിച്ച് ഫ്രഷായി കുറച്ച് ക്ലീനിങ് പരിപാടിയിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ഈ മൺഡേ ടു സൺഡേ നമ്മൾ വർക്കിംഗ് ആയതുകൊണ്ട് ഓഫ് ഡേ എന്നാന്നുള്ളത് നമ്മൾ തന്നെയാണ് ഡിസൈഡ് ചെയ്യുന്നത്. ചിലപ്പോൾ സൺഡേ എടുക്കും, ചിലപ്പോൾ ഇതേപോലെ ഇന്നിപ്പോൾ ട്യൂസ്ഡേ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ വർക്കിംഗ് ഡേയിൽ ഒരു ദിവസം എടുക്കാറുണ്ട്. എടുക്കുന്ന ദിവസം ക്ലീനിങ് പരിപാടികളെല്ലാം ഒരുമിച്ചങ്ങ് ചെയ്യാറാണ് പതിവ്. ഞങ്ങൾ തമ്മിൽ എപ്പോഴും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. എനിക്കിങ്ങനെ എല്ലാ സ്ഥലവും എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കണം. അതിൻ്റെ കണ്ണിൽ കാണുന്ന സ്ഥലം വൃത്തിയായിട്ടിരുന്നില്ലെങ്കിൽ എനിക്കെന്തോ ഒരു അസ്വസ്ഥതയാണ്. ഇത് ഒരാഴ്ചയിലേക്കുള്ള ക്ലീനിങ് ആണ്. കാര്യം ഇതിൻ്റെ ഇടയ്ക്ക് ഇതിന് നിന്ന് കഴിഞ്ഞാൽ, എന്നാലും ഞാൻ മാക്സിമം ചെയ്യാറുണ്ട്. ഒത്തിരി മെസ്സൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പൊടി അടിക്കാറുണ്ട്. കാര്യം അങ്ങനെ ഡസ്റ്റ് അലർജി ഉണ്ട്. അപ്പോൾ എനിക്ക് പൊടി വന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അത് കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. അതേപോലെ ഷീറ്റ് മാറ്റണം. ബെഡ്ഷീറ്റൊക്കെ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ മാക്സിമം മാറ്റണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത്രയും പ്രാക്ടിക്കൽ അല്ലാത്തത് കൊണ്ട് മാക്സിമം ഞാൻ ഒരു 3 ഡേയ്സ് കൂടുമ്പോഴത്തേക്കും ഈ ഷീറ്റ്സ് മാറ്റാൻ നോക്കാറുണ്ട്. അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഓഫീസിൽ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇച്ചിരി കുറേ അധികം പണികൾ ഉണ്ടായിരുന്നതുകൊണ്ട് ലേറ്റായി. ഏകദേശം ഒരു 12 o'clock ആവാറായി. നമ്മൾ ചില ദിവസങ്ങളിൽ ഇങ്ങനെ പോകുന്ന വീട്ടിൽ വേറെ കുറച്ച് പരിപാടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ലേറ്റ് ആവും. അപ്പം ഞങ്ങളുടെ ഓഫീസ് എന്ന് പറയുന്ന ആറ്റിങ്ങൽ ക്യാറ്റ് സെൻ്ററിൻ്റെ ഫ്രാഞ്ചൈസ് പാർട്ട്നേഴ്സ് ആണ് നമ്മൾ. ക്യാറ്റ് സെൻ്റർ കേട്ടിട്ടുള്ളവർക്ക് അറിയാം, ചെന്നൈയാണ് ഹെഡ് ഓഫീസ് വരുന്നത്. വേൾഡ് വൈഡ് ഉള്ളൊരു കോർപ്പറേറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ആറ്റിങ്ങൽ ഫ്രാഞ്ചൈസ് ഞങ്ങളാണ് എടുത്തിരിക്കുന്നത്. അതെ, വേറെ കുറച്ച് വീഡിയോസിൽ ഞങ്ങൾ റിവീൽ ചെയ്യാന്ന് വിചാരിച്ചിട്ട് അതിനുള്ളൊരു സാഹചര്യം ഒക്കാത്തത് കൊണ്ട് നമ്മൾ പറഞ്ഞില്ല. അപ്പോൾ ഇപ്പോൾ കറക്റ്റ് ടൈം ആണെന്ന് തോന്നുന്നുകൊണ്ട് പറയുന്നു. പിന്നെ ഞങ്ങളുടെ ടീഷർട്ടിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ, ക്യാറ്റ് സെൻ്ററിൻ്റെ മിക്കവാറും ആ ടീഷർട്ടാണ് ഇടാറുള്ളത്. പിന്നെ ചില ഷോർട്സിലെല്ലാം ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഓഫീസാണ്. അധികം തിരക്കില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് ഷോർട്സ് എടുക്കാറുണ്ട്. പിന്നെ അവിടെ 10 സ്റ്റാഫ് ഉണ്ട്. നമ്മളെല്ലാവരും ഒരു ഫാമിലി പോലെയാണ്. ഭയങ്കര ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണ് അവിടെ. പിന്നെ അത്യാവശ്യം സ്റ്റുഡൻസ് ഉണ്ടാവും. ഒരു 30 സ്റ്റുഡൻസ് വന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. പക്ഷെ എപ്പോഴും ഉണ്ടാവില്ല, ബാച്ച് വൈസ് ആണ് ക്ലാസ് ഒക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ ദിവസവും പോവാറില്ല. ചിലപ്പോൾ വീക്കിലി ഒരു 4 days പോവും. ചില വീക്കിൽ എല്ലാ ദിവസവും പോവാറുണ്ട്, നല്ല തിരക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ.
ഇനിയിപ്പോൾ നമ്മൾ വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ വരും. 4 മണിയാകുമ്പോൾ കണ്ണൻ സ്കൂളിൽ നിന്ന് വരും. അച്ഛനാണ് കണ്ണനെ വിളിക്കാൻ പോകുന്നത്. അച്ഛനല്ലെങ്കിൽ അമ്മ, ആരാണോ ഫ്രീ ആവുന്ന അവർ വിളിക്കാൻ പോകും. അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് ഏകദേശം കുളിച്ച് റെഡി ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ടാവും. ചിലപ്പോൾ മൂഡ് റെഡി അല്ല എന്നുണ്ടെങ്കിൽ നേരത്തെ വിളിക്കും, അച്ഛനമ്മ വരുന്നില്ലേ എന്നൊക്കെ ചോദിച്ച്. പിന്നെ ഞങ്ങൾ ഈ ക്യാറ്റ് സെന്ററിലോട്ട് എത്തിപ്പെട്ടത് എന്ന് പറയുന്നത് ഒരു വലിയ സ്റ്റോറിയാണ് കേട്ടോ. ഞങ്ങളുടെ ലവ് സ്റ്റോറി പറയാന്ന് വിചാരിച്ചിട്ട് ഇതുവരെയും അതൊരു കംപ്ലീഷനിൽ എത്തിയിട്ടില്ല. ഏകദേശം ഒരു പകുതിയോളം നമ്മൾ ഷൂട്ട് ചെയ്തതാണ്. പക്ഷെ അതിൽ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലാത്തത് കൊണ്ട് ഈ ഇത്രയും 1 hour ഒക്കെ ഇരുന്ന് സംസാരിക്കാൻ വേണ്ടിട്ട് അത്രയൊന്നും നമ്മൾ ആയിട്ടില്ല. അതുകൊണ്ട് അത് തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. കാര്യം നമ്മൾ ഷൂട്ട് ചെയ്ത വീഡിയോ കണ്ടു നോക്കിയപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞ വീഡിയോ തന്നെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റ് പറയുന്നുണ്ട്. ഇപ്പൊ ഇച്ചിരി ലാഗ് വരുന്നുണ്ട്. നിങ്ങളെ ബോറടിപ്പിക്കാതെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാനുള്ള ഒരു ലെവല് നമ്മൾ എത്തിയിട്ടില്ല. അതെ, വളർന്നു വരുന്നതേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ്. നിങ്ങൾക്ക് ബോറടിക്കാതെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അത് പറയണം എന്നാണ് ആഗ്രഹം. കാര്യം ഞങ്ങളുടെ ലവ് സ്റ്റോറി ആയിട്ട് നിങ്ങൾ ബോറടിക്കാൻ പാടില്ലല്ലോ. പിന്നെ പറയാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയി, അതൊക്കെ നമുക്ക് ഫിൽട്ടർ ചെയ്യണം. അങ്ങനെ കുറെയൊക്കെ വന്നിട്ട് നമ്മൾ ആ വീഡിയോ പിന്നെ അങ്ങ് ഒഴിവാക്കി. ഒന്നുകൂടെ തന്നെ ഒരു പ്ലാൻഡ് ആയിട്ട് തന്നെ ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചിരിക്കും. അതെ, അപ്പൊ നമ്മളത് ഒന്നുകൂടെ ഷെഡ്യൂൾ ചെയ്ത് ഷൂട്ട് ചെയ്യുന്നതാണ്. അപ്പൊ അതിൽ ഞങ്ങൾ ക്യാറ്റ് സെന്ററിലോട്ട് എത്തിപ്പെട്ടതാന്ന് എങ്ങനെയാന്ന് പറയും. അപ്പൊ പ്രൊഫഷണലി ഇദ്ദേഹം ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. രാജധാനി എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത്. ഞാൻ ആർക്കിടെക്റ്റ് ആണ്. RIT കോട്ടയം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രൊഫഷൻ അതേപോലെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ്. നമ്മുടെ ഷോർട്സോ നമ്മുടെ വേറെ എന്തെങ്കിലും നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നവർക്കൊന്നും ഇതുമായിട്ടൊരു ബന്ധം തോന്നത്തില്ല. ആ രീതിയിലാണ് നമ്മുടെ പ്രൊഫഷൻ. ഇത്രയും തിരക്കിന്റെ ഇടയിലാണ് നമ്മൾ യൂട്യൂബ് ചാനൽ റൺ ചെയ്തോണ്ടിരിക്കുന്നത്. നിങ്ങളുടെയൊക്കെ ഹെൽപ്പ് കൊണ്ട് 1000 സബ്സ്ക്രൈബേഴ്സ് ആയി നമ്മളൊരു മൈൽ സ്റ്റോണിലെത്തി നിൽക്കുകയാണ്. അപ്പൊ ആ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം. നമ്മുടെ വരുന്ന വീഡിയോസ് എല്ലാം കാണണം. എനിക്കൊരു വലിയ ഫാമിലി തന്നെ യൂട്യൂബിൽ ക്രിയേറ്റ് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പിന്നെ ഞങ്ങൾ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിലോ അതോ ഞങ്ങളുടെ വീഡിയോസ് ബോർ ആവുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. 1 yearലാണ് 1000 സബ്സ്ക്രൈബേഴ്സ് വേണ്ടത്. 1 year എന്ന് പറയുമ്പോഴത്തേക്ക് ലാസ്റ്റ് 365 daysലാണ് 1000 സബ്സ്ക്രൈബേഴ്സ് വേണ്ടത് യൂട്യൂബിന്റെ റൂൾ അനുസരിച്ച് മോണിറ്റൈസേഷന് വേണ്ടിയിട്ട്. പക്ഷേ ഏകദേശം ഒരു 7 മാസം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ഒരു മൈൽ സ്റ്റോൺ എല്ലാവരും എത്തിച്ചു തന്നു. അതിന് വളരെ താങ്ക്സ് ഉണ്ട്. അപ്പോൾ അതൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഉടനെ നമ്മളൊരു ലൈവിൽ വരുന്നുണ്ടായിരിക്കും. ഇപ്പം ജസ്റ്റ് 1000 ആയിട്ടേ ഉള്ളൂ. ഇനി 1000+ ആയതിനു ശേഷം നമുക്ക് തന്നെ ഒരു വിശ്വാസം വന്നിട്ട് നിങ്ങൾ എല്ലാവരുമായിട്ടും ഷെയർ ചെയ്യാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. അത് ഉടനെ തന്നെ ഒരു ലൈവിൽ വന്നിട്ട് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. എങ്കിലും ഒരുപാട് സന്തോഷം. സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും കമന്റ് ചെയ്യുന്നവർക്കും നമ്മുടെ വീഡിയോ ഫോളോ ചെയ്യുന്നവർക്കും നമ്മുടെ വീഡിയോ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ എന്താ വീടാത്തെന്ന് ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് താങ്ക്സ്. അതെ, അതിലൊക്കെ ഒത്തിരി താങ്ക്സ് ഉണ്ട്. കാര്യം നമ്മളിത് ഷോർട്സിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഷോർട്സ് ഒരു വഴിയെ 1 year ആയി അല്ലെ 7 months എന്ന് പോലും പറയാൻ പറ്റില്ല കേട്ടോ. കാര്യം നമ്മൾ ഒക്ടോബർ തൊട്ടാണ് കൺസിസ്റ്റന്റ് ആയിട്ട് ലെങ്തി വീഡിയോസ് ഇട്ട് തുടങ്ങിയത്. അപ്പൊ അതിനുശേഷമാണ് ആ ഒരു ഗ്യാപ്പ് ഒക്ടോബർ നവംബർ ഡിസംബർ കൊണ്ടാണ് നമ്മൾ ഈ ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളൊരു രീതിയിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിന് ഒത്തിരി താങ്ക്സ് ഉണ്ട്. നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത ഒത്തിരി ആൾക്കാരുണ്ട്. നമ്മൾ പേരെടുത്ത് എല്ലാരും പറയുന്നതായിരിക്കും. ഡീമോട്ടിവേറ്റ് ചെയ്ത് നമുക്ക് വാശി ഉണ്ടാക്കി തന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരെ നമ്മൾ ഈ സമയത്ത് ഓർക്കുന്നുണ്ട്. എല്ലാത്തിനും ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ടാവും. നമ്മള് കാര്യമാക്കരുത്. ലൈഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലേ. അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ വീഡിയോ എൻഡ് ആവുമല്ല, ഞാൻ ഇനിയും കാര്യങ്ങളുണ്ട് കാണിക്കാൻ. അപ്പോൾ ഞാൻ പോകുന്ന വഴി കുറച്ച് സമയം കിട്ടിയപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. വീഡിയോ സാധാരണ നമ്മളെങ്കിലും പാട്ടൊക്കെ ഇട്ടിട്ട് പാടി പോകാറാണ് പതിവ്. അപ്പൊ നമുക്കിപ്പോ പാട്ടിടാൻ പറ്റത്തില്ലല്ലോ എല്ലാ വീഡിയോസിനകത്തും. അങ്ങനെ നമുക്കൊരു ഫുൾ സോങ് ബാക്ക്ഗ്രൗണ്ടിൽ വന്നാൽ ശരിയാവൂലല്ലോ. യെസ്, അതുകൊണ്ടാണ് നമ്മൾ പാട്ടിടാത്തത്. കുറെ പേര് ചോദിക്കുന്നുണ്ട് സോങ്സ് ഒന്നും കാണുന്നില്ലല്ലോ എന്നുള്ളത്. പുതിയ സോങ്സ് റെക്കോർഡ് ചെയ്യാൻ പറ്റാത്തത് ഞങ്ങളുടെ രണ്ടുപേരുടെയും ത്രോട്ട് ഇൻഫെക്ഷൻ ആയിരുന്നു. പിന്നെ നമ്മുടെ എഡിറ്റിങ്ങിന് പറ്റിയൊരു സിറ്റുവേഷനിലല്ല. പുള്ളിക്കാരന്റെ വൈഫ് പ്രഗ്നന്റ് ആയിട്ട് അത് റിലേറ്റഡ് ആയിട്ട് ഹോസ്പിറ്റൽ കേസ് ആയിട്ട് നിൽക്കുവാണ്. അതാണ് ഒരു ലാഗ് വരുന്നത്. ഉടനെ തന്നെ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതെ, ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് വൈകുന്നേരം കാണാം അല്ലേ. ഓഫീസിന്റെ എത്തുമ്പോൾ ഞങ്ങൾ ഓഫീസ് കാണിക്കാം കേട്ടോ. അറിയാവുന്നവർ അതിലേ പോകുമ്പോൾ ഒരു ഹായ് പറഞ്ഞേക്കണേ.
നമ്മളങ്ങനെ പുൽക്കൂട് ഉണ്ടാക്കാൻ പോകാനുള്ളൊരു പ്ലാൻ ആയിരുന്നു. ഓഫീസിൽ ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പൊ കണ്ണൻ സ്കൂളിൽ നിന്നൊക്കെ പോയിട്ട് സുന്ദരക്കുട്ടനായിട്ട് ഇവിടെ കുളിച്ച് റെഡി ആയിട്ട് ഇരിക്കുവാണ്. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇന്ന് എന്തായാലും വീഡിയോ എടുക്കാനുള്ള ഒരു പരിപാടിയൊക്കെ ആയിരുന്നല്ലോ, അപ്പൊ പുൽക്കൂടിന്റെ പരിപാടി ഇന്നങ്ങ് ഫിനിഷ് ചെയ്തേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങള് പുൽക്കൂട് ഉണ്ടാക്കാനുള്ള പ്ലാനാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പുൽക്കൂട് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. നമ്മളത് കുറച്ച് തെർമോക്കോളും പിന്നെ ഇവിടെ ഉള്ള ഫോറക്സ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്തെടുത്തതാണ്, പ്രിന്റ് ചെയ്ത് മെറ്റീരിയൽ ഒക്കെ വെച്ച്. ഇത്തവണ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യാനുള്ള ഒരു പ്ലാൻ ആണ്. അപ്പൊ നമുക്ക് പുൽക്കൂട് ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് കിടക്കാം. പോവാം കണ്ണാ. സ്ഥിരമായി പലതരം പുൽക്കൂട് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞങ്ങള് ഈ പുൽക്കൂട് ഇൻസ്പിറേഷൻ കിട്ടിയത് കേട്ടോ. അപ്പൊ ആ വീഡിയോയിലാണെങ്കിൽ അവര് നല്ല നീറ്റായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഭയങ്കര റിയലിസ്റ്റിക് ആണ്, തെർമോക്കോളും പ്ലാസ്റ്റർ ഓഫ് പാരീസും ഒക്കെ വെച്ചിട്ട്. ഇതാണ് അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി ഇതിന് പെയിന്റ് അടിച്ചൊന്ന് ഭംഗിയാക്കി എടുക്കണം. പെയിന്റ് ഒക്കെ അടിക്കുന്നതിന് മുൻപ് ഞങ്ങൾ ഇവിടെ ഇരുന്ന രൂപങ്ങളൊക്കെ വെച്ച് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് എന്തോ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതൊരു ഔട്ട് ഓഫ് സ്കെയിലാണോ കളറാണോ എന്തോ ഒരു പ്രശ്നമുള്ള പോലെ തോന്നും. അങ്ങനെ ഞങ്ങളത് മാറ്റാൻ തന്നെ തീരുമാനിച്ചു. കണ്ണ ചോദിക്കാണ് നമ്മുടെ പുൽക്കൂട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന്. അപ്പോൾ എല്ലാവരും കമന്റ് ചെയ്യണം പുൽക്കൂട് എങ്ങനെ ഉണ്ടെന്നുള്ളത്. കണ്ണ ഹാപ്പി അല്ലേ? അതിങ്ങനെ കാണാതെ പിടിച്ചേക്കുവാണ് കണ്ണ്. പിന്നെ നമ്മൾ കുറച്ച് ഗെയിംസ് ഒക്കെ കളിച്ച് പിന്നെ കണ്ണന് പഠിക്കണം. കണ്ണന് നാളെ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് ഡെയിലി ലെസൺ ഇങ്ങനെ കൊടുത്തുവിടും. അപ്പോൾ കണ്ണൻ ഇന്ന് എന്തൊക്കെ പഠിച്ചു എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് ഡിന്നറും കഴിച്ച് കണ്ണൻ ഉറങ്ങുക ചെയ്യുന്നത്. സാധാരണ ഇത്രയാണ് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. വർക്കിംഗ് ഡേയിലാണെങ്കിൽ ഇത് ഇപ്പോൾ ഓഫ് ഡേ വല്ലതും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഔട്ടിങ്ങിന് എവിടെയെങ്കിലും പോവും. ചിലപ്പോൾ വർക്കല, ഞങ്ങളുടെ സ്ഥലം വർക്കലയാണല്ലോ, ക്ലിഫിലേക്ക് പോവും, അല്ലെങ്കിൽ ബീച്ചിലോ ജസ്റ്റ് അവിടേക്ക് ഒന്ന് പോവാറുണ്ട് വൈകുന്നേരം. ചിലപ്പോഴാണെങ്കിൽ നമ്മൾ രാവിലെ പോവും. രാവിലെ ഈ ക്ലിഫിൻ്റെ ഏരിയയൊക്കെ കാണാൻ നല്ല രസമാണ്. അവിടെ ചെറുതായിട്ടൊന്ന് നടക്കാനൊക്കെ നല്ല സുഖമാണ്. അപ്പം നമ്മൾ അവിടെ പോകുന്ന ദിവസം നിങ്ങളെല്ലാവരെയും കാണിക്കുന്നതായിരിക്കും. അവിടുത്തെ ഒരു ക്ലൈമറ്റും അറ്റ്മോസ്ഫിയറൊക്കെ നല്ല രസമാണ്, ടൂറിസ്റ്റൊക്കെ ആയിട്ട്. അപ്പോൾ അത് നമ്മൾ ഉറപ്പായിട്ടും വേറൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യും. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന സ്ലർപ്പ് ഫാമിൻ്റെ മില്ലറ്റ് നൂഡിൽസ് ആണ് കേട്ടോ. കണ്ണനത് ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്കൊക്കെ അത് ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ ചിക്കനും ഗ്രില്ല് ചെയ്ത് ഡിന്നർ അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഓപ്പോസിറ്റ്സ് ആണ് പഠിപ്പിച്ചത്. ബിഗ് ഓപ്പോസിറ്റ് സ്മോൾ, ടോൾ ഓപ്പോസിറ്റ് ഷോർട്ട്, ലോങ് ഓപ്പോസിറ്റ് ഷോർട്ട്, ഗുഡ് ഓപ്പോസിറ്റ് ബാഡ്, hot opposite cold, close opposite open, happy opposite bad boy, sad. അത് പഠിച്ചതല്ലേ കാരണം ബസ്സിൽ പഠിച്ചതല്ലേ, സ്കൂളിൽ പഠിച്ചല്ലോ.
After Alok, first she landed in the room a roof with many doors. On a glass table with a golden key was the center of the room. She called up. ഇനി ഞാൻ ഡിന്നറും കൂടെ കളിച്ച് ഞാൻ സ്ലീപ്പ് ചെയ്യാം. Bye, good night.